എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്ന്, അറ്റ് ബ്രിക്സ് സമ്മിറ്റ് ഇൻ റഷ്യ ഡോവൽ മേ മീറ്റ് ചൈനീസ് മിനിസ്റ്റർ വാങ് യി. ഓക്കെ, അപ്പോൾ ഇത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതിൽ നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നത് ബ്രിക്സിനെ പറ്റിയാണ്. ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ പറ്റിയും അതിൻ്റെ സ്ട്രക്ചറും അതെങ്ങനെയാണ് ഫോം ചെയ്തത്, അതിൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്, പുതിയ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് വെച്ചാൽ 2 ആൻറ്റി സബ്മറീൻ വാർഫെയർ വെസൽസ് ഫോർ ദ ഇന്ത്യൻ നേവി ലോഞ്ച്ഡ് അറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അപ്പോൾ ഇത് GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇത് ആൻറ്റി സബ്മറീൻ വാർഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള 2 വെസൽസ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എമേർജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കും. കൂടെ ഈ ആൻറ്റി സബ്മറൈൻ വാർഫെയർ എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ കറണ്ട് കേസ് സിനാരിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ നോക്കും. ഓക്കെ, നെക്സ്റ്റ് വന്നു വെച്ചാൽ കേസ് ഓഫ് ക്ലെയർ ടു എംപോക്സ് കൺഫേംഡ് നോട്ട് പാർട്ട് ഓഫ് കറണ്ട് WHO എമർജൻസി. ഓക്കെ, അപ്പോൾ ഇത് എംപോക്സ് എന്ന് പറയുന്ന ഡിസീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ GS2 സോഷ്യൽ ജസ്റ്റിസ് ഹെൽത്ത് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഓക്കെ, അപ്പം എംപോക്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇതിനകത്ത് കൂടുതൽ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് അങ്ങനെയുള്ള ഡിസീസസുമായിട്ടുള്ളൊരു കമ്പാരിസണും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് സെൻസസ് ഷുഡ് ബി ദ ലാസ്റ്റ് എന്യൂമറേഷൻ ബേസ്ഡ് വൺ. അത് GS2 ഗവർണൻസ് ബേസ് ചെയ്തിട്ടാണ്. ഇത് സെൻസസിനെ കുറിച്ചുള്ള ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസിലോട്ട് നമ്മൾ പോകുമ്പോഴേക്കും ഇത് ബ്രിക്സ് സമ്മിറ്റ് ഇൻ റഷ്യ ഡബിൾ മേ മീറ്റ് ചൈനീസ് മിനിസ്റ്റർ യാങ്. ഇതിൻ്റെ കോൺടെക്സ്റ്റും കൂടി നമുക്ക് നോക്കിയേക്കാം. അപ്പം 2024 ബ്രിക്സ് സമ്മിറ്റ് ഇൻ റഷ്യ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അടുത്ത മാസമാണ്, ഒക്ടോബറിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റീജിയണൽ സെക്യൂരിറ്റി ആയിരിക്കും. എസ്പെഷ്യലി ബോർഡർ ടെൻഷൻസ് ഉണ്ട്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ അവിടെ ഇന്ത്യയും ചൈനയും കൂടി ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കഷനിൽ വരാൻ സാധ്യതയുള്ളത്. പിന്നെ സമ്മിറ്റ് ഓഫേഴ്സ് എ ചാൻസ് ടു ഡിസ്കസ് വേസ് ടു റെഡ്യൂസ് ടെൻഷൻസ് ആൻഡ് ഇംപ്രൂവ് റിലേഷൻസ്. അഡീഷണലി ഇറ്റ് ഹൈലൈറ്റ്സ് India's role in BRICS, its partnership with Russia during the Ukraine conflict, and the involvement in broader groups like SCO അല്ലെങ്കിൽ ASEAN പോലത്തെ ഓർഗനൈസേഷനിൽ ഇന്ത്യയുടെ മെമ്പർഷിപ്പിനെ കുറിച്ച് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ത്യ സ്ട്രാറ്റജി ഇൻ റഷ്യ ചൈന കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യസ് എൻഗേജ്മെൻറ്റ് വിത്ത് റഷ്യ ആൻഡ് ചൈന അറ്റ് ദ സബ്മിറ്റ് ഇസ് ക്രൂഷ്യൽ ഗിവൺ ഇറ്റ്സ് ബാലൻസിങ് ആക്ട് ഇൻ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വാറിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയർ അപ്രോച്ചാണ് റഷ്യയായിട്ടുള്ളത്. ഓക്കെ, ബ്രിക്സ് പ്ലാറ്റ്ഫോം ഓഫേഴ്സ് ഇന്ത്യ എ ചാൻസ് ടു അലൈൻ സെക്യൂരിറ്റി പ്രയോറിറ്റീസ് എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സീനോ റഷ്യൻ റിലേഷൻസ് എമിഡ് ബ്രോഡർ ഇന്റർനാഷണൽ ടെൻഷൻസ് ലൈക്ക് ദ ഉക്രൈൻ വാർ. ഓക്കെ, പിന്നെ മൾട്ടിലാറ്ററൽ ഡയലോഗ്സിലുള്ള റോൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യസ് പാർട്ടിസിപ്പേഷൻ ഇൻ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻ ലൈക്ക് SCO and ASEAN is central to its regional security strategy. In addition to resolving broader issues, India seeks to play a stabilizing role in broader Asian region, advocating for dialogue and cooperation. Okay, especially Central Asian demands, Central Asian ഏരിയാസിലുള്ള ഇന്ത്യയുടെ ഒരു ലിങ്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ SCO അങ്ങനെയുള്ള ഓർഗനൈസേഷനിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വരുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് ബ്രിക്സ് എന്താണെന്നാണ്. അപ്പോൾ ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രിക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 5 മേജർ എമർജിങ് എക്കണോമിക്സ്. അത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയായിരുന്നു. ബ്രിക്സിന് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. അപ്പം ഇതാണ് റീജിയണൽ അല്ലെങ്കിൽ ഗ്ലോബൽ അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് നോക്കുവാണെങ്കിൽ നമ്മളിതിനകത്ത് ബ്രസീലുണ്ട്, ഇന്ത്യ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്കയൊക്കെ ഫസ്റ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരുന്നു. പുതിയ മെമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനുണ്ട്, UAE ഉണ്ട്, എത്യോപ്യ ഉണ്ട്, പിന്നെ അർജൻറ്റീനയും, പിന്നെ സൗദി അറേബ്യയും. ഓക്കെ, ഈജിപ്തും കൂടി വരും. ഇത്രയും കൺട്രീസാണ് പുതിയ മെമ്പേഴ്സായിട്ട് ബ്രിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഗ്ലോബൽ എക്കണോമി ഷെയറും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബ്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ബ്രിക്സ് ഇനിഷ്യലി ആദ്യമേ ബ്രിക്ക് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ബ്രസീൽ, റഷ്യ, ചൈന ആൻഡ് ഇന്ത്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ഗ്ലോബൽ G8 ഔട്ട്റീച്ചിലോട്ട് പോയപ്പോഴേക്കും അത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യയിലാണ് നടന്നിരുന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്ക 2010 ബ്രിക്കിൽ ജോയിൻ ചെയ്തിട്ട് അത് ബ്രിക്സ് എന്നാക്കി. ഓക്കെ,
ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ റഷ്യ ആയിരുന്നു, അത് 2009. ഓക്കെ, ബ്രിക്സ് സമ്മിറ്റിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത്, ആ സമ്മിറ്റ് എന്ന് പറയുന്നത് ആനുവലി എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവൻ്റാണ്. 15 ബ്രിക്സ് സമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന 15th നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഈ വർഷത്തെ നടക്കുന്നത് റഷ്യയിലാണ്. ഒക്ടോബർ 2024 നടക്കുന്നത്. ഓക്കെ, റഷ്യ നടക്കുന്നതിന് ചിലപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടിനെതിരെ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം. ഓക്കെ, പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ബ്രിക്സ് റെപ്രസെൻറ്റ് അബൌട്ട് 45% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ, നിയർലി 3.5 billion people. Okay, the collective GDP of BRICS members exceed 28.5 trillion, contributing to approximately 28% of global economy. Okay, it plays a key role in global energy markets, with members from like Iran, Saudi Arabia and UAE contributing about 45% of global crude oil production. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ബാങ്ക് ഉണ്ട്, അതാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ 6th ബ്രിക്സ് സമ്മിറ്റ് in Brazil in 2014. BRICS was created, this bank was created to support infrastructure and sustainable development projects in BRICS. BRICS countries അല്ലെങ്കിൽ അതർ എമർജിങ് എക്കണോമീസിൽ ഉള്ള ഡെവലപ്മെൻറ്റൽ ഗോൾസിന് വേണ്ടിയിട്ട് അതിനെ എയ്ഡ് ചെയ്യാൻ, ഫൈനാൻഷ്യലി എയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ചത്. ഓക്കെ, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, കൺക്ലൂഷൻ, നമ്മൾ ഇങ്ങനെ ബ്രിക്സ് ബേസ് ചെയ്തിട്ടൊക്കെ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ കൊടുക്കാം. ബ്രിക്സ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോalition ഓഫ് എമർജിങ് എക്കണോമീസ് കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻ്റ്ലി ടു ഗ്ലോബൽ പോപ്പുലേഷൻ, എക്കണോമിക് ഔട്ട്പുട്ട് ആൻഡ് എനർജി റിസോഴ്സസ്. ദ അപ്കമിംഗ് സമ്മിറ്റ് ഇൻ റഷ്യ വിൽ ഫർദർ ഷേപ്പ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് സ്ട്രക്ചർ ചെയ്യാം. ഓക്കെ, അപ്പം ബ്രിക്സിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പാണ്, ഇതിൽ ഇത്ര പെർസെൻറ്റേജ് 44% എനർജി കോൺട്രിബ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ 28.5 ട്രില്യൺ ഡോളർ എക്കണോമിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ആൻസർ റൈറ്റിങ്ങിൽ. നെക്സ്റ്റ്, 2 anti-submarine warfare vessels for Indian Navy launched at Cochin shipyard. Okay, 2 new anti-submarine warfare vessels, INS Malpe and INS Mulki, were launched in Cochin shipyard for the Indian Navy. These vessels are part of a series designed to strengthen India's coastal defense and anti-submarine warfare capabilities. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി എന്താണ്, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് അല്ലെങ്കിൽ നേവൽ കേപ്പബിലിറ്റീസിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെഷീനറി അല്ലെങ്കിൽ ഈ ഒരു വെസൽസ് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ്? വെസൽസ് ആർ എക്വിപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ടെക്നോളജീസ്. പിന്നെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോസ്, ആൻറ്റി സബ്മറൈൻ വാർഫെയർ റോക്കറ്റ്സ്, ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റംസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് റിമോട്ട് കൺട്രോൾ ഗൺസ്. Okay, designed to undertake a variety of roles including anti-submarine operations, search and rescue, mine laying and maritime patrol in shallow waters. ഓക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, കോൺട്രാക്ട് ഫോർ ദീസ് 8 വെസൽസ് ആയിരുന്നു. 2019 ഇത് കൊണ്ടുവന്നത്. ദീസ് വെസൽസ് വിൽ റിപ്ലേസ് ഓൾഡ് മാഹി ക്ലാസ് ഷിപ്സ് ദാറ്റ് ആർ നിയറിംഗ് ദ എൻഡ് ഓഫ് ദെയർ സർവീസ് ലൈഫ്. ദ വെസൽസ് വിൽ ബി ക്രൂഷ്യൽ ഇൻ സെക്യൂറിംഗ് ഇന്ത്യാസ് maritime borders, particularly in the Indian Ocean, which have become a key region. നമുക്കറിയാം, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈനീസ് പ്രസൻസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ളൊരു വെസൽ വേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദീസ് വെസൽസ് ആർ പാർട്ട് ഓഫ് ഇന്ത്യ സ്ട്രാറ്റജി ടു എൻഹാൻസ് ഇറ്റ്സ് നേവൽ പവർ എമിഡ്സ്റ്റ് ഗ്രോയിങ് സെക്യൂരിറ്റി ചാലഞ്ചസ് ഇൻ ദ Indian Ocean. They are designed to protect India's vast coastline from enemy submarines and bolster overall maritime security. The deployment of these vessels align with India's broader goal for achieving self-reliance in defense manufacturing. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു ന്യൂസിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് കേപ്പബിലിറ്റീസ് പറയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, the launch of anti-submarine warfare vessels INS Malpe and INS Mulki marks a significant step in India's naval modernization efforts. These ships will play a crucial role in coastal defense and ensuring maritime security in the region, with increasing strategic importance of the Indian Ocean.
ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഡിഫെൻസീവ് കേപ്പബിലിറ്റീസിനെ എൻറ്റർ ചെയ്യാനായിട്ട് ഈ വെസൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്കത് എൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കേസ് ഓഫ് ക്ലാഡ് 2 എംപോക്സ് കൺഫേം നോട്ട് പാർട്ട് ഓഫ് കറണ്ട് WHO എമർജൻസി. ഓക്കെ, ഇത് ഇന്ത്യയിൽ എംപോക്സ് അതായത് മങ്കി പോക്സ് ഇത് ചെയ്തു. അതിൽ 2 സ്ട്രെയിൻ ഉണ്ട്. നമ്മൾ നേരത്തെ DNA പറഞ്ഞിരുന്നു എംപോക്സിൽ 2 സ്ട്രെയിൻ ഉണ്ട്, ക്ലേഡ് 1 ആൻഡ് ക്ലേഡ് 2 ഉണ്ട്. അപ്പോൾ ഇത് ക്ലേഡ് 2 സ്ട്രെയിനിലുള്ള വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു എമർജൻസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് മിനിമൽ റെസ്ട്രിക്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എംപോക്സും പിന്നെ ക്ലാഡ് 2 സ്ട്രെയിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വൈറൽ ഇൽനെസ് ആണ് എംപോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ റാഷ്, ഫീവർ ആൻഡ് ബോഡി ഏക്സ് വരും. ക്ലാഡ് 2 strain of mpox was identified in a person who had recently traveled from a country with ongoing mpox transmission. ഓക്കെ, പിന്നെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി എന്താണ്, ബോഡി ടു ബോഡി ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് കോൺടാക്ട് ട്രേസിങ്, ആക്റ്റീവ് മോണിറ്ററിംഗ് ഒക്കെ ഉണ്ട്. വൈഡ് സ്പ്രെഡ് പബ്ലിക് റിസ്ക് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് കോൺടാക്റ്റിലാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഗ്ലോബലി ബീങ് സെക്ഷൽ കോൺടാക്ട് ഉണ്ട്, ഫോളോഡ് ബൈ നോൺ സെക്ഷൽ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ. ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് സിംറ്റംസ് ഇൻക്ലൂഡ് റാഷ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ജെനറ്റൽ റാഷ് വരും, പിന്നെ ഫീവറാണ്. അറൌണ്ട് 51.9% ഓഫ് കൺഫേംഡ് എംപോക്സ് കേസസ് വിത്ത് അവൈലബിൾ ഡേറ്റ ഓൾസോ ഹാഡ് HIV പോസിറ്റീവ് സ്റ്റാറ്റസും കൂടി ഉള്ള ആൾക്കാർക്കാണ് എംപോക്സ് വന്നേക്കുന്നത് എന്ന് കൂടി ഡേറ്റ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മജോറിറ്റി ഓഫ് എംപോക്സ് കേസസ് വേൾഡ് വൈഡ് ഇൻക്ലൂഡിങ് ദിസ് വൺ ഹാവ് ബീൻ മൈൽഡ് കേസസ് ആണ് വിത്ത് നോ സൈൻസ് ഓഫ് വൈഡ് സ്പ്രെഡ് ട്രാൻസ്മിഷൻ ഇൻ ഇന്ത്യ അറ്റ് ദിസ് ടൈം. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് ആളെ ഐസൊലേറ്റ് ചെയ്യുക, പിന്നെ ഈ കേസസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, India's confirmation for a Clade 2 mpox case highlights the importance of sustained vigilance against emerging viral threats. അപ്പം നമുക്കറിയാം എംപോക്സ് അല്ലെങ്കിൽ സിക്ക വൈറസ് അങ്ങനെയുള്ള വൈറസുകൾ സ്പ്രെഡ് ആവുന്ന ഒരു ടൈമാണ്. അപ്പോൾ എസ്പെഷ്യലി ബയോടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഡിസീസസ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രോപ്പർ ആൻസർ സ്ട്രക്ചർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. വിത്ത് പ്രോപ്പർ പ്രോട്ടോകോൾസ് ഇൻ പ്ലേസ് ദ സിറ്റുവേഷൻ റിമെയിൻസ് അണ്ടർ കൺട്രോൾ. പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് കണ്ടിന്യൂ ടു ബി എൻഫോഴ്സ്ഡ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് വൈഡർ ഔട്ട് ബ്രേക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു തുടക്കം തന്നെ നമ്മളൊരു കമ്പാരിസൺ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് സ്മോൾ പോക്സ്, അതുപോലെ തന്നെ മങ്കി പോക്സ്, പിന്നെ ചിക്കൻ പോക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഇതിൻ്റെ വൈറസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ പോക്സിൽ വരുന്നത് വെരിയോള വൈറസ് ആണ്. പിന്നെ മങ്കി പോക്സിൽ മങ്കി പോക്സ് വൈറസ് അല്ലെങ്കിൽ എംപോക്സിൽ മങ്കി പോക്സ് വൈറസ് ആണ് വരുന്നത്. പിന്നെ ചിക്കൻ പോക്സിൽ വരുന്നത് വെരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്, VZV എന്ന് പറയുന്ന വൈറസ് ആണ് വരുന്നത്. സിവിയറിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ പോക്സിൽ ഹൈലി സിവിയർ ആണ്. ഓഫൺ കേസിൽ അത് ഡെത്ത് ഉണ്ടാക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. മങ്കി പോക്സിൽ എന്താണ്, ഇത് സ്മോൾ പോക്സിനേക്കാളും മൈൽഡർ വെർഷനാണ്. പിന്നെ ചില കേസസിൽ വെരി റെയർ ആയിട്ട് മാത്രമാണ് അത് ഡെത്തിലോട്ട് വരുന്നത്. പിന്നെ ചിക്കൻ പോക്സ് മൈൽഡ് ആയിട്ടുള്ളൊരു ഡിസീസാണ്, അതിൻ്റെ സിവിയറിറ്റി ഒത്തിരി വലുതായിട്ടില്ല എന്നും കൂടി ഓർത്തിരിക്കുക. ഇതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ സ്മോൾ പോക്സ് 1980 അത് ഇറാഡിക്കേറ്റ് ചെയ്തു. മങ്കി പോക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് വെസ്റ്റ് ആഫ്രിക്കയിലാണ് കൂടുതൽ എമേർജ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് കോമൺ ചൈൽഡ്ഹുഡ് ഇൽനെസ് ആണ്, ലെസ് കോമൺ ഡ്യൂ ടു വാക്സിനേഷൻ. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സ്മോൾ പോക്സിൻ്റെ കേസിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഇൻഫ്ലെക്റ്റഡ് ആയിട്ടുള്ള മ്യൂക്കസും ഒക്കെ വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അത് സ്മോൾ പോക്സ് സ്പ്രെഡ് ചെയ്യും. പിന്നെ സ്പ്രെഡ് ത്രൂ കോൺടാക്ട്സ് വിത്ത് ഇൻഫെക്റ്റഡ് ആനിമൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജൻസ് ഒക്കെ വരുമ്പോൾ ബോഡ്ലി ഫ്യൂവൽസ് ഒക്കെ വരുമ്പോൾ ഫ്ലൂയിഡ്സ് വരുമ്പോഴൊക്കെയൊക്കെ അത് സ്പ്രെഡ് ആവും. പിന്നെ ചിക്കൻ പോക്സിൻ്റെ കേസിൽ ഹൈലി കോണ്ടേജിയസ് ആണ്, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സും ബാക്കി ഹ്യൂമൻലി ഫ്ലൂയിഡ്സ് ഒക്കെ വെച്ച് ഇത് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ഹെഡ് ഏക്ക്, സിവിയർ ഫാറ്റീഗ്, വോമിറ്റിംഗ് ഫോളോഡ് ബൈ ഡീപ്പ് സീറ്റഡ് പസ് ഫിൽഡ് റാഷ്. പിന്നെ മങ്കി പോക്സിൻ്റെ കേസിലും സെയിം കേസസ് തന്നെയാണ്. സ്വെല്ലൻ ലിംഫ് നോഡ്സ് ഉണ്ട്, ഫോളോഡ് ബൈ റാഷ് ദാറ്റ് പ്രോഗ്രസസ് ത്രൂ സ്റ്റേജസ്. ചിക്കൻ പോക്സിൻ്റെ കേസിൽ ഫീവർ, ഫാറ്റീഗ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഫോളോഡ് ബൈ ഇച്ചി ഫ്ലൂയിഡ് ഫിൽഡ് റാഷ്. ഓക്കെ, റാഷ് എന്ന് പറയുന്നത് മുറിവാണ്. ഓക്കെ, വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് കേസിൽ സ്മോൾ പോക്സിന് വാക്സിനേഷൻ്റെ ആവശ്യമില്ല. മങ്കി പോക്സിൻ്റെ കേസിൽ നോട്ട് റുട്ടീൻലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഒത്തിരി ഫാറ്റാലിറ്റി കൂടാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, റുട്ടീൻ വാക്സിനേഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ഹൂ ഹാവ് ഇൻ ഹാഡ്
ചിക്കൻ പോക്സ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാണ്. നെക്സ്റ്റ് സെൻസസ് ഷുഡ് ബി ദ ലാസ്റ്റ് എന്യൂമറേഷൻ ബേസ്ഡ് വൺ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 18 months ഡിലേഡ് ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ടൈം കണ്ടക്ട് ചെയ്തത് 2011 ഡ്യൂ ടു കോവിഡ് പാൻഡമിക് ന്യൂ സെൻസസ് ഹാവ് ബീൻ പോസ്റ്റ്പോൺ ക്രിയേറ്റിംഗ് എ സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ ഗ്യാപ്പ്. ഈ ആർട്ടിക്കിൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്താണ്, ഒരു ഡൈനാമിക് സെൻസസ് കൊണ്ടുവരുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. അപ്പോൾ കറണ്ട് സെൻസസ് സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ലൈക്ലി ടു ബിഗിൻ സെൻസസ് പ്രോസസ് സൂൺ വിത്ത് എ റിപ്പോർട്ട് എക്സ്പെക്റ്റഡ് അറൌണ്ട് 2026 to 2027. ഓക്കെ, ഇതിലൊരു 16-year ഗ്യാപ്പാണ് 2011 സെൻസസിൽ നിന്ന് ഉള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കോവിഡ് പാൻഡമിക് ആയിരുന്നു എന്താണ് ഈ ഒരു സെൻസസ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് വരാനായിട്ടുള്ള മേജർ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേൾഡിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലസ് കൺട്രി ആയിട്ട് നമ്മൾ എമർജായി. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ചാലഞ്ചസ് ആൻഡ് ഡെസിനിയൽ സെൻറ്റൻസ്, അതായത് നമുക്കറിയാം 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അങ്ങനെ ഒരു സെൻസസ് എടുക്കുന്നതിൻ്റെ ചാലഞ്ചസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഡെസിനിയൽ സെൻസസ് ഫോമാറ്റ് ഹാസ് ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ലീഡിങ് ടു ഡിസക്രൻസീസ് ബിറ്റ്വീൻ റിയൽ ടൈം ചേഞ്ചസ് ആൻഡ് ദ ഡേറ്റ കളക്ട്. അതായത് നമുക്കറിയാം 2011 നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഈ 10 വർഷത്തിനുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കൂടിയിട്ടുണ്ട്, ഇൻകം ഡിസ്പാരിറ്റി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത്രയും വലിയ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് റിയൽ ടൈമിൽ, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, സെൻസസ് എക്സസൈസസ് എ മമ്മത്ത് അണ്ടർടേക്കിംഗ്സ്, എക്സ്പെൻസീവ്, മേക്കിംഗ് ഫ്രീക്വൻറ്റ് അപ്ഡേറ്റ്സ് ഡിഫിക്കൽട്ട്. മെനി പോളിസീസ്, സോഷ്യോ എക്കണോമിക് സ്റ്റഡീസ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് അനാലിസിസ് റിലൈ ഓൺ ദിസ് ഡേറ്റ. ഓക്കെ, നമുക്കറിയാം ഹെൽത്തിൽ ഉള്ള ഡേറ്റ, അല്ലെങ്കിൽ ആർക്ക് എന്ത് സ്കീമിൻ്റെ ബെനിഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ മോണിറ്ററി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഹെൽത്ത് കെയറിലെ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെ എന്താണ് സെൻസസ് ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു 10-year ഗ്യാപ്പ് വന്നിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ശരിക്കും കിട്ടേണ്ട ആൾക്കാരിലോട്ട് ഈ ബെനിഫിറ്റ്സ് ഒന്നും എത്തത്തില്ല. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആകും. പിന്നെ നമ്മൾ ഗ്ലോബൽ ട്രെൻഡ് നോക്കുവാണെങ്കിൽ, അതായത് ഇപ്പം സെൻസസ് മെത്തഡോളജിയിൽ കൺട്രീസ് ലൈക്ക് ഓസ്ട്രിയ, ഡെൻമാർക്ക്, പിന്നെ ജർമ്മനി, സിംഗപ്പൂർ, സ്വീഡൻ, അവരൊക്കെ ഒരു രജിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള സെൻസസ് കൊണ്ടുവന്നു. അപ്പോൾ ഈ കൺട്രീസിലൊക്കെ എന്താണ് ഡയറക്റ്റായിട്ട് ഈ ടാക്സ് റെക്കോർഡ്, അല്ലെങ്കിൽ സ്കൂൾ എൻറോൾമെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ഡേറ്റ, അതെല്ലാം ബേസ് ചെയ്തിട്ട് റിയൽ ടൈം ആയിട്ട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് തുടങ്ങി ഒരു ഡൈനാമിക് സെൻസസ് കൊണ്ടുവന്നു. അപ്പോൾ UK ഹാസ് ഓൾസോ ട്രാൻസിഷൻ ടു യൂസിങ് മോർ ഫ്രീക്വൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ ആൻഡ് പ്രൈവറ്റ് സോഴ്സസ് ടു അപ്ഡേറ്റ് ദിയർ സെൻസസ് ഡേറ്റ, മൂവിങ് അവേ ഫ്രം ട്രഡീഷണൽ 10 വർഷം കൂടുമ്പോൾ എടുക്കുന്ന ആ ഒരു മെത്തേഡിൽ നിന്ന് മാറി റിയൽ ടൈം ഡേറ്റയിലോട്ട് ഈ കൺട്രീസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡൈനാമിക് സെൻസസ് എടുക്കുന്നതിൻ്റെ ഗുണം എന്താണ്? അപ്പോൾ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് എ രജിസ്റ്റർ ബേസ്ഡ് സെൻസസ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രിയ സെൻസർ കോസ്റ്റ് ഡ്രോപ്ഡ് ഫ്രം £72 million to 10 million in 2011 with a register based approach. ഓക്കെ, അപ്പം റിയൽ ടൈം ഡേറ്റ ആണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും അവരുടെ പ്രോഗ്രാംസും ഒക്കെ ഈ ഡേറ്റ ബേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പം പിന്നെ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. ഡൈനാമിക് സെൻസസ് മിനിമൈസസ് ഡ്യൂപ്ലിക്കേഷൻ ബൈ ഇൻറ്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ എക്സിസ്റ്റിംഗ് ഡേറ്റാ ബേസസ് ഇൻക്ലൂഡിംഗ് വോട്ടർ ലിസ്റ്റ്, ആധാർ ആൻഡ് പാൻ കാർഡ്സ് എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെൻസസിൻ്റെ ഡേറ്റ വരുന്നത്. പിന്നെ ചാലഞ്ചസ് ആൻഡ് കൺസിഡറേഷൻ നോക്കുവാണെങ്കിൽ ഇൻറ്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ ഡേറ്റാ ബേസസ് സച്ച് ആസ് ആധാർ, വോട്ടർ ID, പാൻ ആൻഡ് അതേഴ്സ് ഈസ് എ കോംപ്ലെക്സ് ടാസ്ക് ആണ്. ഓക്കെ, പക്ഷേ KYC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടെ അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. ബട്ട് അതൊരു കോംപ്ലെക്സ് ടാസ്ക് ആണ്. Okay, India has developed expertise in managing large-scale digital operations, but solving the challenges of combining registers remains a significant hurdle. പിന്നെ എൻഷുറിങ് ഡേറ്റ ആക്യുറസി, കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ഇത്രയും ആൾക്കാരുടെ ഡേറ്റ വരുമ്പോഴേക്കും നമുക്ക് പാൻ കാർഡൊക്കെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കുള്ള ഡേറ്റ സെക്യൂരിറ്റി, ഓക്കെ, അതെല്ലാം പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്താലേ നമുക്ക് ഈ ഒരു രജിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള സെൻസസ് സിസ്റ്റത്തിലോട്ട് മാറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്കറിയാം, സെൻസസ് വരുന്നുണ്ട്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ
നമുക്കൊരു കൺക്ലൂഷൻ കൊടുക്കാം. എ ഡൈനാമിക് റിയൽ ടൈം സെൻസസ് ഷുഡ് ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ മോഡേണൈസിങ് ഇന്ത്യാസ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്. If implemented successfully, it could save significant resources and ensure up-to-date information for effective policy making. The upcoming census could mark the beginning of India's transition to a continuous digital census system aligned with global best പ്രാക്ടീസസ്. അപ്പോൾ ഗ്ലോബലിലുള്ള കൺട്രീസിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ബേസ് ചെയ്തിട്ടാണ് അവരെല്ലാം ഡൈനാമിക് സെൻസസിലോട്ടാണ് ഒരു ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം പോകുന്നത്. നമ്മൾ അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഈ പ്രാവശ്യത്തെ DNA കുറച്ചെല്ലാം മെയിൻസ് പെർസ്പെക്റ്റീവിലായിരുന്നു എന്നറിയാം. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.